ഞങ്ങൾ എക്സ്ട്രാ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ ഉണ്ടായത്, എന്താ നടന്നത്, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ ഒരു കുറ്റം, ഞങ്ങൾ പറയുന്നത് ഒരു കുറ്റമാണെങ്കിൽ അപ്പൊ അവർ ചെയ്തതൊരു കുറ്റമല്ലേ? ഇനിയിപ്പോ അതൊരു കുറ്റമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ചേട്ടാ ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. നമുക്കത് കാരണം ഗോത്രൂ ചെയ്തത് ഞങ്ങളാ. ഗോത്രൂ ചെയ്തത് ഞങ്ങളാണ്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഞങ്ങളല്ലായിരുന്നു മുന്നേ ഉള്ളത്. അയാളിപ്പോ എന്തിനാ എന്നോട് ചൂടായി? അതിനിപ്പോ ഞാൻ എന്ത് തെറ്റായത്? ഞങ്ങൾ ഒരുപാട് ഗോത്രൂ ചെയ്ത ആൾക്കാരാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. എന്താ പറയാ, അവര് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. നീ വിഷമിക്കണ്ടെന്ന്, ഇനി സമയമുണ്ടല്ലോ. ഒരാളെ കൊന്ന ക്രിമിനൽ കുറ്റമൊന്നും അല്ല. എന്തായാലും നാണമുണ്ടോ നിനക്ക്? നാണം. പക്ഷെ ഇത് അവര് വന്ന സാഹചര്യം കൊണ്ട് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും കണ്ട് വരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് വിടുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. അതും നടക്കുന്നില്ല. ഫുള്ള് ടോർച്ചർ. വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിക്കാണില്ല. പൂച്ച എലീനെ പിടിക്കൂലേ? ചേസിങ്, ബ്ലാക്ക് മാജിക്. മിണ്ടായിരുന്ന നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ? അല്ലാണ്ട് ഇങ്ങനെ ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേറിട്ട് കളയും ഞാൻ. ചെയ്തിട്ട് തന്നെ ഇവർക്ക് എന്താ കിട്ടുന്നത്? നിർത്തണോ? സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം. കിഴങ്ങൻ തന്റെ മറ്റവനെ കിഴങ്ങൻ.